സംസ്ഥാന വ്യാപകമായി കോടികളുടെ തട്ടിപ്പ് നടത്തിയ ഇടുക്കി കൊളപ്ര സ്വദേശി അനന്തു കൃഷ്ണനെതിരെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകാനൊരുങ്ങി തൊടുപുഴയിലെ തട്ടിപ്പിനിരയായവർ. ഇതിനുവേണ്ടിയുള്ള മാസ് പെറ്റീഷൻ തയ്യാറാക്കാൻ തൊടുപുഴ മിനി സിവിൽ സ്റ്റേഷന് മുമ്പിൽ തട്ടിപ്പിനിരയായവർ ഒത്തുകൂടി. 2018 മൂവാറ്റുപുഴ ആസ്ഥാനമായാണ് അനന്തു കൃഷ്ണൻ സോഷ്യോ എക്കണോമിക് ആൻഡ് എൻവയോൺമെന്റൽ ഡെവലപ്മെന്റ് സൊസൈറ്റി എന്ന NGO സ്ഥാപിച്ച് ഇപ്പോഴത്തെ തട്ടിപ്പുകൾക്ക് തുടക്കം കുറിച്ചത്. പിന്നീട് കേരളത്തിൽ പല സ്ഥലങ്ങളിലും ഇതിൻ്റെ ശാഖകൾ ആരംഭിച്ചു. 15 ദിവസം മുമ്പ് വരെ തൊടുപുഴയിലെ ഓഫീസ് പ്രവർത്തിക്കുന്നുണ്ടായിരുന്നുവെന്നും നൂറുകണക്കിന് ആളുകൾക്ക് തൊടുപുഴയിൽ തന്നെ പണം നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നും തൊടുപുഴയിലെ ഓഫീസിനോട് ചേർന്ന് സ്ഥാപനം നടത്തുന്ന വ്യക്തി പറഞ്ഞു. പിന്നെ ഇവിടെ തന്നെ ഒരു ഇപ്പോൾ സ്കൂട്ടറിൻ്റെ ഒരു 600-700 പേര് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഹോം അപ്ലയൻസിൻ്റെ ഒരു 10-800 പേര് കാണുമായിരിക്കും. 10-700 പേരുണ്ടെന്നൊക്കെ അന്ന് പറയുന്നത് കേട്ടെ. ആ കാശ് മുഴുവൻ പോയി. തട്ടിപ്പിനിരയായ നൂറുകണക്കിന് ആളുകൾ തങ്ങൾക്ക് നഷ്ടപ്പെട്ട പണം ഏതെങ്കിലും വിധേന തിരിച്ചുപിടിക്കാൻ സാധിക്കുമോ എന്ന പരിശ്രമത്തിലാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ CPIMന്റെ ഇടുക്കി ജില്ലാ സമ്മേളനവുമായി ബന്ധപ്പെട്ട് തൊടുപുഴയിലെത്തുമ്പോൾ മെമ്മോറണ്ടം നൽകാനുള്ള തയ്യാറെടുപ്പാണ് തട്ടിപ്പിനിരയായവരിൽ ചിലർ നടത്തുന്നത്. മെമ്മോറണ്ടം തയ്യാറാക്കാനും അതിൽ ഒപ്പിടാനുമായി നിരവധി ആളുകളാണ് തൊടുപുഴ മിനി സിവിൽ സ്റ്റേഷന് മുമ്പിൽ എത്തിയത്. വന്നപ്പോൾ ഞങ്ങളെല്ലാം റീഫണ്ട് പോയപ്പം ഈ ഫീൽഡ് പ്രൊമോട്ടർമാർ പറഞ്ഞു ഉറപ്പായിട്ടും വണ്ടി കിട്ടും, നിങ്ങളാരും റീഫണ്ടിന് കൊടുക്കണ്ട എന്ന് പറഞ്ഞാണ് വീണ്ടും ഞങ്ങൾ ഇതിലോട്ട് വന്ന് പൈസ അടച്ചതും അതിനായിട്ട് വണ്ടിക്കായിട്ട് കാത്തിരുന്നതും. ഞാനും 2 വീലറിന് തന്നെയാണ് പൈസ മുടക്കിയത്. 60,000 രൂപ അടച്ചു. വണ്ടി കിട്ടും എന്നുള്ള ഒരു വിശ്വാസം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് പൈസ മുടക്കിയത്. കറക്റ്റ് പറഞ്ഞ ഡേറ്റിൽ തന്നെ അവർ തന്ന സാധനം ക്വാളിറ്റി സാധനങ്ങളായിരുന്നു. എല്ലാം തന്നത് നല്ല മെഷീനാണെങ്കിലും എല്ലാം നല്ല സാധനങ്ങളാണ് തന്നത്. പിന്നെ വണ്ടിക്ക് രണ്ടാം ഘട്ടം ഞാൻ കൊടുത്തത്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ആഴ്ച എനിക്ക് വണ്ടി കിട്ടണ്ടായിരുന്നു. പല ഫീൽഡ് പ്രൊമോട്ടർമാരും ഇപ്പോഴും അനന്തുവിനെ ന്യായീകരിച്ചാണ് സംസാരിക്കുന്നത് എന്നാണ് തട്ടിപ്പിനിരയായവർ പറയുന്നത്. സംസ്ഥാന വ്യാപകമായി കോടികളുടെ തട്ടിപ്പുകൾ പുറത്തു വരുമ്പോൾ തങ്ങൾ മുടക്കിയ പണം എങ്ങനെ തിരിച്ചുപിടിക്കും എന്ന ആശങ്കയാണ് ഇവർ പങ്കുവയ്ക്കുന്നത്. കൈരളി ന്യൂസ്, ഇടുക്കി.